സോ ഹേ ഗൈസ്, ഗെയിമിംഗ് സോണിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇതെൻ്റെ ഒരു പുതിയ ചാനലാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ്, നമ്മന്ന് വന്നിരിക്കുന്നത് കാർ ഫോർ സെയിൽ എന്ന് പറഞ്ഞിട്ടൊരു പുതിയൊരു ഗെയിം ആയിട്ടാണ്. ഞാൻ ഒന്നും ഗെയിംസേ ഇടുള്ളൂ. പിന്നെ വേണമെങ്കിൽ വ്ളോഗ്സ് പറ്റുകയാണെങ്കിൽ ഇടുക. നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ ഇടാം ഗൈസ്. അപ്പോൾ ഗൈസ്, ഞാൻ ഇന്ന് കളിക്കുന്നത് കാർ ഫോർ സെയിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യം ട്രാഷൊക്കെ എടുക്കണം. പിന്നെ ഗൈസ്, ഇതിൽ നിറച്ച് ആഡ് വരും, കാരണം ഞാൻ ഫോണിലാണ് കളിക്കുന്നത്. ഗൈസ്, നമുക്ക് ഈ ട്രാഷൊക്കെ പിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് നമ്മുടെ ഓഫീസിലേക്ക് കയറാൻ. ഇല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല. பொண்ணுங்க கூட பேச ஷையா ஃபீல் பண்றீங்களா? അപ്പോൾ നേരത്തെ ഒരു പരസ്യം വന്നിട്ടുണ്ടായിരുന്നു, അത് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്ത് വിടാൻ ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. മറ്റേ ഇതൊന്ന് സ്കിപ്പ് ചെയ്ത് വിടാൻ. ഗൈസ്, അപ്പോൾ ഇവിടെ ഫുള്ള് ക്ലീനായി. നമുക്കിനി നമ്മുടെ ഷോറൂം ആദ്യം നമ്മൾ പോറാണ് ഗൈസ്. അങ്ങനെ നമ്മൾ അത്ര വലിയ ആളൊന്നും ആയിട്ടില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ഷോറൂമിൻ്റെ പേര് മാറ്റണം. ഇപ്പം ഇരിക്കുന്നത് ഗസ്റ്റ് പ്ലെയർ എന്നാണ്. നമുക്ക് മാറ്റിയിട്ടൊരു അടിപൊളി പേരിടണം ഗൈസ്. ഗൈസ്, പിന്നെ എനിക്കിതിൽ എന്ത് പേരിടുമെന്ന് അറിയില്ല ഗൈസ്. ഗൈസ്, എനിക്ക് എന്ത് പേരിടണമെന്ന് അറിയില്ല. അപ്പോൾ ഒരു നല്ല പേര് കിട്ടിയോളൊന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഞാനിപ്പോൾ എന്ത് പേരിടും പറഞ്ഞിട്ട് ഇപ്പോൾ ആലോചിക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഞാൻ പേര് കിട്ടി പറഞ്ഞാൽ ഞാൻ പിന്നെ സെറ്റാക്കാം ഗൈസ്. അപ്പം ഞാൻ പേര് എനിക്ക് ഒന്നും കിട്ടിയില്ല. അപ്പം ഞാൻ കാർ ഷോറൂം തന്നെ വെറുതെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ കാർ ഷോറൂം. ഇത്രയേ ഉള്ളൂ തോന്നുന്നു, ലുക്ക് ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇനി നമുക്ക് മെല്ലെ മെല്ലെ അപ്ഗ്രേഡ് ചെയ്ത് വരണം. അപ്പോൾ ഗൈസ്, ഇതാ അവിടെ ഒരു പിച്ചക്കാരനുണ്ട്. ഇയാൾ നമുക്ക് വെറുതെ ഒന്ന് കൂലി കൊടുത്ത് നോക്കാം. ഗൈസ്, ഈ പിച്ചക്കാരൻ പോയിട്ട് ഹാൻസം ബോയ് ആയിട്ടുണ്ട്, റിച്ച് മാൻ ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇയാളൊന്നും വെക്കണ്ടാവും ഗൈസ്. പിന്നെ ഒരു ചെറിയൊരു സൗണ്ടിൻ്റെ ഇഷ്യൂ ഉണ്ട്, ഒന്ന് സ്കിപ്പ് ചെയ്ത് വിട്ടാൽ മാത്രം മതി ഗൈസ്. ഗൈസ്, പിന്നെ നമുക്കിനി കുറേ കാറുകളൊക്കെ കൊണ്ടുവന്ന് നമുക്ക് ഫുള്ളും പൈസ കൊടുത്ത് ഇനി ഫുള്ള് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണം നമ്മുടെ ഷോറൂം. അപ്പോൾ ഗൈസ്, നമുക്കിനി നമ്മുടെ ഒരു ഇത് പറഞ്ഞാൽ 21 ലക്ഷം ഉണ്ടാക്കണം. അത്ര എനിക്ക് ആദ്യത്തെ ഒരു വീഡിയോയിൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഗൈസ്, നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആകുള്ളത് 14 ലക്ഷമാണ്. ഇനി നമുക്ക് 21 ലക്ഷം എങ്ങനെയും ഉണ്ടാക്കണം. ഗൈസ്, നമുക്ക് ഈ കാറ് വാങ്ങും കേട്ടോ. ഗൈസ്, നമ്മുടെ കയ്യിൽ ആകുള്ളത് ചിലപ്പോൾ 2 ലക്ഷം മാത്രം ഉണ്ടാവുള്ളൂ, നമുക്ക് കാറ് വാങ്ങിയ കാരണം. എനിക്ക് പിന്നെ ഗൈസ്, പിന്നെ ഫസ്റ്റ് ആയിട്ട് കളിക്കുന്നത് കാരണം എനിക്ക് ഇവിടുത്തെ വഴികളൊന്നും അറിയില്ല. വണ്ടി ഇടിച്ചു പറഞ്ഞാൽ വണ്ടിക്ക് ഡാമേജ് ആകും, പിന്നെ നമുക്ക് വീണ്ടും അതിന് പൈസ കൊടുക്കേണ്ടി വരും ഗൈസ്. അല്ല ഗൈസ്, ഇപ്പോൾ നമുക്ക് ആകുള്ളത് 1 ലക്ഷം മാത്രമാണ്. നമുക്ക് നേരെ റോട്ടിൽ കൂടെ തന്നെ പോയി നോക്കാം, ചിലപ്പോൾ നമ്മുടെ സ്ഥലം എത്തിയാലോ. ഗൈസ്, ഇതാണ് ഗൈസ് ഞാൻ ഉറങ്ങുന്ന സ്ഥലം, കാരവനിലാണ് ഗൈസ്. ഞാൻ ശരിക്കൊന്ന് കാണിച്ചു തരാം. ഗൈസ്, ഇതാണ് കാരവൻ, ഇതിലാണ് നമ്മൾ ഉറങ്ങുക. നമുക്ക് വീടൊന്നും ഇല്ല ഗൈസ്. പിന്നെ ഈ ഗെയിം പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഇവിടെ തന്നെ കിടക്കാനാണ്.
ഗൈസ് നമുക്ക് വേണമെങ്കിൽ ആൾക്കാരിനെ പറ്റിക്കാം ഗൈസ്, പൈസ ഇത്തിരി കൂട്ടി വാങ്ങിക്കാം. അയ്യോ ജസ്റ്റ് മിസ്. ഗൈസ് നമ്മുടെ ഷോറൂമിലേക്ക് നമ്മൾ കാറ് കയറ്റിയിട്ടുണ്ട്. ഫസ്റ്റ് കാറാണ് നമ്മുടെ. ഗൈസ് നമുക്ക് നേരെ സെല്ലിനിടോ. അതെങ്ങനെ സെല്ലിനിടോ എനിക്കറിയില്ല. ഗൈസ് നമുക്ക് ഇവിടെ കാറിൻ്റെ ചിഹ്നമൊക്കെ കാണിക്കുന്നുണ്ട് വെബ് പേജിൽ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. നമുക്ക് നോട്ട് ഓൺ സെയിൽ കേസ്. നമുക്ക് ഇതിൻ്റെ കാറിൻ്റെ നമുക്ക് പ്രൈസ് നമുക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാം. പക്ഷെ ആൾക്കാർക്ക് ഇത്തിരി ബുദ്ധിയുള്ളവർ വന്നാൽ പൈസ കുറച്ച് ചോദിക്കും കേസ്. ഞാനപ്പോൾ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് 20 ലക്ഷമാണ്. പുട്ട് ഓൺ സെയിൽ കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ആരും വന്ന് വാങ്ങിക്കുന്നത് എനിക്കറിയില്ല, കാരണം ഞാൻ നല്ല കാറാണ് എടുത്തിരിക്കുന്നത് ഗൈസ്. ചിലപ്പോൾ 12 ലക്ഷമൊക്കെ ചോദിച്ചു പോകുന്നത് ഞാൻ ആളിനെ പുറത്താക്കും. പിന്നെ ഞാൻ ഗൈസ് വണ്ടി ഇട്ടത് തന്നെ 3 പേര് വന്നു തുടങ്ങി. അപ്പോഴേക്കും ഗൈസ് അപ്പോഴേക്കും ഒരു ആഡ് വന്നു, ശല്യം. അപ്പോൾ ഗൈസ് നമുക്ക് 3 ആൾക്കാരുണ്ട്. അപ്പോൾ 3 ആളുടെ അടുത്തും ചോദിക്കാം. 20 ലക്ഷം വന്നപ്പോൾ ഗൈസ് ആളെന്നെ 20 ലക്ഷം തന്നെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമുക്കൊന്ന് നോക്കണം. നമുക്ക് 20 ലക്ഷത്തേക്ക് തന്നെ നമുക്ക് നേരെ പോകാം ഗൈസ്. അപ്പോഴേക്കും ഗൈസ് നൈറ്റായി പറഞ്ഞാൽ ആരും വരില്ല ഗൈസ്. പിന്നെ ഇത്രയും പേര് വന്നത് ടക്കുന്ന് മാഞ്ഞു രാത്രിയായി പറഞ്ഞാൽ ജസ്റ്റ് മിസ്സിലാണ് നമ്മൾ രക്ഷപ്പെട്ടത്. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ വണ്ടികളൊന്നും ഇല്ലാത്ത കാരണം നമുക്ക് വേറെ വണ്ടിയിൽ തന്നെ പോകേണ്ടി വരും ഗൈസ്. നമുക്ക് നേരെ നമ്മുടെ കാരവനിലേക്ക് പോകാം ഗൈസ്. ഗൈസ് പിന്നെ ഇത് ഞാൻ പണ്ട് ഓടിച്ച കാറാണ്. എൻ്റെ കയ്യിൽ കാറ് കിട്ടി പറഞ്ഞാൽ ഇതായിരിക്കും ഗൈസ് അവസ്ഥ. ഞാൻ രാവിലെ ആയിട്ട് ശരിക്കും കാണിച്ചില്ല ഗൈസ്. ഗൈസ് പിന്നെ ഞാൻ വീഡിയോ അത്ര ലോങ് ആക്കുന്നില്ല ഗൈസ്. ഇതാണ് എൻ്റെ കാറ്. എൻ്റെ കാറാണ് ഗൈസ്. എൻ്റെ അടിപൊളി കാറാണ് ഗൈസ്. ഇത് പൊളപ്പൻ കാറാണ്. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ നമ്മുടെ ഷോറൂമിലേക്ക് പോവാം. ഷോറൂമിലേക്കല്ലേ, അപ്പോഴേക്കും ഗൈസ് നമുക്ക് 21 ലക്ഷം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ ഇന്ന് കാർ മാർക്കറ്റ് ഉണ്ട് തോന്നുന്നു. അപ്പോൾ നമുക്ക് നേരെ പോവാം. ഞാൻ അതുവരെ ഗൈസ് ഇതവിടെ കാർ മാർക്കറ്റൊക്കെ ഉണ്ട്. എൻ്റെ ഒരു ഇത് പറഞ്ഞാൽ എനിക്ക് മിനി കൂപ്പർ വേണമെന്നാണ് ഗൈസ്. ഈ കളിയിൽ എനിക്ക് മിനി കൂപ്പർ വേണമെന്നാണ്. അത് റെയർ കാറാണ്, ഇടയ്ക്കലേ കിട്ടുള്ളൂ അത്. പക്ഷെ ഇവിടെ മസ്താങ്കൊക്കെ ഉണ്ട് ഗൈസ്. എനിക്ക് വാങ്ങണമെന്നുണ്ട്. എത്ര ലക്ഷമാണ് നമുക്ക് ചോദിച്ച് നോക്കാം. ഇല്ല ഗൈസ് നമുക്കിത് പറ്റില്ല. നമ്മുടെ റേഞ്ചിന് പറ്റിയ കാറല്ല ഗൈസ്. ഗൈസ് ഇതാ മിനി കൂപ്പർ. ഓ ഇത് പൊളിക്കും. ഗൈസ് നമുക്ക് മിനി കൂപ്പർ എടുത്തു കഴിഞ്ഞു. പിന്നെ ഗൈസ് ഞാൻ ഈ കാറ് വിൽക്കില്ല. എന്ത് വന്നാലും ഞാൻ ഈ കാറ് വിൽക്കില്ല. ഇതെൻ്റെ ഫേവറേറ്റ് കാറാണ് മിനി കൂപ്പർ ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ ഫസ്റ്റ് ഡേ തന്നെ ഞാൻ മിനി കൂപ്പർ എടുത്തു കഴിഞ്ഞു ഗൈസ്. അത്രയ്ക്കും റിച്ചാണ് ഞാൻ. ആ ഉള്ള 21 ലക്ഷമാണ്. ഞാൻ പക്ഷേ വേറെ ഒരു സാധനം കൊടുത്തിട്ടാണ് ഞാൻ ഈ കാറ് വാങ്ങിയത്. 21 അയ്യോ ജസ്റ്റ് മിസ്. അപ്പോൾ ഗൈസ് നമുക്ക് ഈ കാറ് ഫുള്ള് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണം. ഈ കാറിനെ ഇടിക്കാണ്ട് നോക്കണം ഗൈസ്. ഇടിച്ചു പറഞ്ഞാൽ നമുക്ക് നമ്മുടെ വാങ്ങിച്ച പൈസ എല്ലാം പോയി. പിന്നെ നമുക്ക് വീണ്ടും 1 ലക്ഷം കൊടുത്ത് വണ്ടി വീണ്ടും നേരെയാക്കണം ഗൈസ്. അപ്പോൾ നമുക്ക് ഒരു പെർമനൻറ്റ് കാർ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഓക്കെ, അപ്പോൾ എനിക്കൊരു സമാധാനം ഗൈസ്. എനിക്ക് മിനി കൂപ്പർ വേണമെന്നുള്ള ആഗ്രഹമായിരുന്നു. അപ്പോൾ ഗൈസ് ഞാൻ ഫുള്ളി ഡ്രിഫ്റ്റ് അടിച്ചിട്ട് ഫുള്ളി സെറ്റാക്കി വണ്ടി നിർത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് ദി 1 RC എന്ന് പറഞ്ഞ സാധനമില്ലേ, നേരത്തെ ആദ്യം കണ്ടപ്പോൾ അത് 6 RC ആയിരുന്നു. ഇപ്പോൾ
ഞാൻ ഈ കാർ വാങ്ങിക്കുമ്പോൾ 5 RC ആയിരുന്നു. അപ്പോൾ ഞാൻ 5 RC കൊടുത്തപ്പോൾ എനിക്ക് 6 RC ആയിരുന്നില്ലേ, അപ്പോൾ ഒരു RC ആയി. അപ്പോൾ ഗൈസ് നമുക്ക് ഈ കാറിനെ ഇപ്പോൾ നേരെയാക്കണ്ടെന്നാണ് ഞാൻ പറയുന്നത് ഗൈസ്. നമുക്ക് പിന്നെ ഇനിയും ഒരു കാറും കൂടി എടുത്തിട്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ആക്കണതാണ് ഗൈസ്. ഇയാൾക്ക് വല്ല പണി കൊടുക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇല്ല ഗൈസ്, നമുക്ക് ഇനി ഒരു RCയും കൂടി വേണം, എന്നാലേ നമുക്ക് കാര്യം നടക്കുള്ളൂ. എന്നാലും മിനി കൂപ്പറിൻ്റെ സ്റ്റൈൽ അത് വേറെ തന്നെ കേട്ടോ ഗൈസ്. എന്താ ലുക്ക്, സീന് വണ്ടി ഗൈസ്. പിന്നെ ഇതിന് പെട്രോളൊക്കെ അടിക്കണം, അതാണ് ഒരു പ്രശ്നം. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ വീണ്ടും അപ്പോൾ ഗൈസ് നമ്മൾ നെയ്ബർഹുഡിൽ എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് ചെറിയ ചെറിയ കാറ് വാങ്ങാം ഗൈസ്. കാരണം നമുക്കിനി ഫുള്ളി സെറ്റാകണം. നമുക്ക് ഇത്ര വലിയ കാറൊന്നും വേണ്ട. ഒരു ചെറിയൊരു പൊട്ടക്കാറെങ്കിലും മതി ഗൈസ്. അതുകൊടുത്ത് നമുക്ക് പൈസ ലാഭിക്കാം ഗൈസ്. നമുക്ക് ഈ കാറ് വാങ്ങിക്കാം. ആകെ 8 ലക്ഷം ഉള്ളൂ. അപ്പോൾ ഗൈസ് നമുക്ക് ഈ കാറ് കിട്ടിയിട്ടുണ്ട്. ബട്ട് 8 ലക്ഷം പോയി. പക്ഷേ ഇല്ലെങ്കിൽ നമുക്ക് പൈസ കിട്ടില്ല ഗൈസ്. 8 ലക്ഷം കൊടുത്തില്ല പറഞ്ഞാൽ നമുക്ക് കാറും കിട്ടില്ല, പൈസയും കിട്ടില്ല. ഗൈസ് പിന്നെ ഞാൻ എന്ത് വന്നാലും ഞാൻ ഈ മിനി കൂപ്പർ വിൽക്കുകയില്ല. അതെൻ്റെ പെർമനൻ്റ് കാറാക്കി ഗൈസ് ഞാൻ. ഗൈസ് പിന്നെ ഈ മിനി കൂപ്പർ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ആർക്കൊക്കെ മിനി കൂപ്പർ ഇഷ്ടമാണോ നമുക്ക് നോക്കാം. ഇടിച്ചു ഗൈസ്. അത് കഴിയില്ല, നമുക്ക് നമ്മൾ വാങ്ങിച്ച കാറില്ല. പക്ഷേ ബട്ട് മിനി കൂപ്പർ ഇടിച്ചിട്ടില്ല. വിൽക്കാൻ കൊടുക്കുന്ന കാറില്ല ഗൈസ്, അത് കാരണം കുഴപ്പമില്ല. അവർ മിനി കൂപ്പർ എങ്ങനെയാണ് തന്നിരിക്കുന്നത്, ഫുൾ അലങ്കോലം നോക്കിയിട്ടാണ് ഗൈസ് മിനി കൂപ്പർ തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഇടിച്ച കാർ തന്നെ കൊടുക്കാം ഗൈസ്. ഗൈസ് അപ്പോൾ ഇതിനൊരു 18 ലക്ഷം ഒന്ന് കൊടുത്ത് നോക്കാം ഈ പൊട്ടക്കാറിന് ഗൈസ്. അപ്പോൾ ഞാൻ പുട്ട് ഓൺ സെയിൽ കൊടുത്തിട്ടുണ്ട് ഗൈസ്. പിന്നെ ഞാൻ വീഡിയോ ചെറുതായി കട്ട് ചെയ്ത കാരണം സൗണ്ടിൻ്റെ ഇഷ്യൂ ഉണ്ട് ഗൈസ്, അതാണ് ഗൈസ്. എനിക്ക് ഈ കാർ നേരെയാക്കണം എന്ന് തോന്നുന്നു ഗൈസ്. എനിക്ക് നല്ല ഇഷ്ടമുള്ള ഗൈസ് ഈ കാറ്. പിന്നെ ഗൈസ് നമുക്ക് കഴുകാൻ പറ്റില്ല, അതാണ് പ്രശ്നം. നമുക്ക് ഇനിയും പൈസ കിട്ടിയിട്ട് നമുക്ക് ഈ RC കൂട്ടണം, എന്നാലും നമുക്ക് കഴുകാൻ പറ്റുള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് ഈ കാറ് ഫുള്ള് സെറ്റാക്കാം. ഗൈസ് അപ്പോൾ നമ്മുടെ മിനി കൂപ്പർ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഗൈസ്. പിന്നെ ഞാൻ ഈ വണ്ടീൻ്റെ ടയർ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു ബൂസ്റ്ററിൻ്റെ ഒരു സാധനം വെച്ചിട്ടുണ്ട് ഗൈസ്. ഇത് ഓടുമ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ ഗൈസ്. ഓടുമ്പോൾ മാത്രം നമുക്കത് സെറ്റാക്കാൻ പറ്റുള്ളൂ. പിന്നെ ഗൈസ് ഈ ബൂസ്റ്റർ കഴിഞ്ഞു പറഞ്ഞാൽ നല്ല പണിയാണ്. പിന്നെ വീണ്ടും ലോഡാകണം, അങ്ങനെ പ്രശ്നമാണ് ഗൈസ്. അപ്പോൾ ഞാൻ ഇത്രേ ചെയ്തുള്ളൂ. പിന്നെ നമ്മുടെ കാറ് എടുക്കാൻ ആരും വന്നില്ല. ഇത് കാണോ ഗൈസ്, ഞാൻ ഇടിച്ച കാറാണ് ഗൈസ് ഇത്. ഇതുവരെ വണ്ടി എടുത്തിട്ട് പോയില്ല. അവിടെ പോടാ, ഇവിടെ വെറുതെ ലാഗ് അടുപ്പിക്കണ്ട, വേഗം വിട്ടോ. അങ്ങനെ ടയർ പഞ്ചറായി തോന്നുന്നു. ഗൈസ് പിന്നെ ആർക്കൊക്കെ മിനി കൂപ്പർ ഇഷ്ടമെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. എനിക്ക് നല്ല ഇഷ്ടമാണ് ഗൈസ്. പിന്നെ ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് ഗൈസ്, ഫസ്റ്റ് ഗെയിം പ്ലേ ആണ്. ഞാൻ ഇതുവരെ ഈ കളി കളിച്ചിട്ടില്ല ഗൈസ്. എല്ലാവരും നിങ്ങൾ ട്രൈ ചെയ്യുക, അടിപൊളി ഗെയിമാണ് ഗൈസ്. ഗൈസ് വീണ്ടും ശല്യം തുടങ്ങിയിട്ടുണ്ട്. ശല്യം തുടങ്ങും.
അതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഗൈസ്. അപ്പോൾ ഗൈസ് എനിക്ക് ഈ വീഡിയോ അതിൻ്റെ പക്കാൻ തോന്നുന്നു. എനിക്ക് വയ്യ, വെറുതെ ആളും വരുന്നുമില്ല, പിന്നെ വെറുതെ വീഡിയോ ലോങ് ആകുകയാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ആക്കാൻ പോണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ. നമ്മൾ ആദ്യം തുടങ്ങിയത് നമ്മുടെ ഈ ചെള്ളി കാർ ഷോറൂം എന്നാണ് ഗൈസ്. അപ്പോഴേക്കും നമ്മൾ മിനി കൂപ്പർ വാങ്ങി, പിന്നെ ഒരു പാട്ടവണ്ടി വാങ്ങി, അത് വിൽക്കാൻ കൊടുക്കണം ഗൈസ്. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. ആർക്കൊക്കെ മിനി കൂപ്പർ ഇഷ്ടമാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഇതെൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ആണ്. അപ്പോൾ വല്ല പ്രശ്നമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ, ഞാൻ എല്ലാം ഫുൾ സെറ്റാക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് ബൈ.